ഷിരൂരിൽ അർജുനായി തുടങ്ങിയ തെരച്ചിൽ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ കർണാടക സർക്കാർ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നു. നമ്മൾ കാത്തിരുന്ന പ്രതീക്ഷയുടെ വാർത്ത മാത്രം എത്തിയില്ല. ഒരു വേള വീട്ടിൽ നിന്നോ ജോലി സ്ഥലത്തു നിന്നോ പുറത്തേക്കിറങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പാതകളിൽ പതിയിരിക്കുന്ന അപകടങ്ങളെപ്പറ്റി? ഷിരൂർ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്, അതിലേറെ ചിന്തിപ്പിക്കുന്നുണ്ട്. റോഡുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ മണ്ണായി ഒലിച്ചിറങ്ങുമ്പോൾ സുരക്ഷിത ജീവിതങ്ങൾക്കാരാണ് ഉറപ്പു നൽകുന്നത്? റിപ്പോർട്ടർ ലൈവത്തോണിലേക്ക് സ്വാഗതം. പാതകളിൽ നാം സുരക്ഷിതരും. കർണാടകയിലെ അങ്കോലയ്ക്കടുത്ത ചിരൂർ മലഞ്ചെരുവിലാണ് കഴിഞ്ഞ 14 നാളായി കേരളത്തിന്റെ കണ്ണും കാതും. മലയാളി ഡ്രൈവർ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പ്. ദേശീയപാത 66ലേക്ക് ഇടിഞ്ഞു വീണ മണ്ണുമല മാറ്റിയും പിന്നെ ഗംഗാവലി പുഴയിലും നടത്തിയ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചെന്ന് കേൾക്കുമ്പോൾ നെഞ്ചുരുകി കേരളം ചോദിക്കുകയാണ്, ഞങ്ങളുടെ അർജുൻ എവിടെ? അതൊരു കുടുംബത്തിന്റെ മാത്രം വേദനയല്ല. സർവ്വലോക മലയാളികളുടെ മനസ്സിൽ ഒരു നെരിപ്പോട് പോലെ ആ ചെറുപ്പക്കാരനുണ്ട്. കേരളത്തിൽ നിന്ന് 250 കിലോമീറ്റർ മാത്രം അകലെയാണ് ചിരൂർ. കേരളത്തെ കർണാടകയും മഹാരാഷ്ട്രയും തമിഴ്നാടുമായെല്ലാം ബന്ധിപ്പിക്കുന്ന NH66 പാതയോരത്താണ് ചിരൂർ കുന്നിന്റെ തലയെടുപ്പുള്ള നിൽപ്പ്. റോഡിന്റെ വശങ്ങളിലെ മൺതിട്ടകൾക്ക് നിശ്ചിത ചെരിവ് നൽകണം. മൺഭിത്തികൾ 90 ഡിഗ്രി ലംബമായി മുറിച്ചു നിർത്തരുത്. മഴവെള്ളവും ഉറവകളും ഒഴുകാൻ ആവശ്യമായ ചാലുകൾ വേണം. കുന്നുകൾക്കും പർവ്വതങ്ങൾക്കുമരികിലൂടെ റോഡ് നിർമ്മിക്കുമ്പോൾ പാലിക്കണമെന്ന ഇന്ത്യൻ റോഡ് കോൺഗ്രസ് നിശ്ചയിച്ച മാനദണ്ഡങ്ങളാണ് ഇവയൊക്കെ. ഇതൊന്നും പാലിക്കാതെയുള്ള റോഡ് നിർമ്മാണമാണ് 11 ജീവനുകളെ കാണാമറയത്ത് നിർത്തിയ ഷിരൂർ മണ്ണിടിച്ചിലിന് കാരണമായതെന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ. ഷിരൂർ കേരളത്തിനൊരു മുന്നറിയിപ്പാണ്. മഴയ്ക്കിടയിലും ദേശീയപാത 6 വരിയാക്കലിന്റെ പ്രവൃത്തികൾ നാടൊട്ടുക്കും പുരോഗമിക്കുകയാണ്. മലയുടെ വശം കുത്തനെ വെട്ടിയിറക്കി റോഡ് പണി തുടരുന്നു. പലയിടത്തും റോഡ് മണ്ണിട്ടുയർത്തുന്നു. ചിലയിടത്ത് ചെങ്കുത്തായ രീതിയിൽ മണ്ണ് എടുത്തു മാറ്റി ആഴം കൂട്ടുന്നു. റിപ്പോർട്ടർ പരിശോധിക്കുന്നു, പാതയിൽ നാം സുരക്ഷിതരോ? റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.